जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय प्रभुपाद जय प्रभुपाद जय प्रभुपाद. ശ്രീല പ്രഭുപാദന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഭക്തൻ എഴുതിയ ബുക്കിൽ വായിച്ച കാര്യമാണ്. അതിൽ ആ ഡിവോട്ടി പല പല മുതിർന്ന ഭക്തന്മാരുടെയും സാക്ഷാത്കാരങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് കഥയല്ല, ഓരോ വ്യക്തികളുടെ സാക്ഷാത്കാരമാണ്. പ്രഭുപാദ് ഓരോരോ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് പ്രഭുപാദ് അതിൽ പ്രതികരിച്ചിരിക്കുന്നത്, ഓരോ കാര്യത്തെക്കുറിച്ച് എന്താണ് ശ്രീല പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത്, ഓരോ വ്യക്തികളോട് എങ്ങനെയാണ് ശ്രീല പ്രഭുപാദ് ഇടപഴകുന്നതെന്നൊക്കെയാണ് ആ ബുക്കിൽ നമുക്ക് വായിക്കാനായിട്ട് പറ്റുക. ആ ബുക്കിങ്ങിനെ ക്രോഡീകരിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് പല പല ശിഷ്യന്മാർ കൊടുക്കുന്ന സാക്ഷാത്കാരങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഡിഫറെന്റ് പാരഗ്രാഫായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ബുക്കാണ്. അതിൻ്റെ വോള്യൂം 1 ഒരു വായിച്ചൊരു ഇൻസ്റ്റൻസ് ഗോവിന്ദദാസി എന്ന് പറഞ്ഞ മാതാജി പറഞ്ഞൊരു കാര്യമാണ്. അപ്പം ശ്രീല പ്രഭുപാദ് ലോസ് ആഞ്ചൽസിലുണ്ടായിരിക്കുന്ന സമയത്ത് അവരുടെ ലോസ് ആഞ്ചൽസ് ടെമ്പിളിലേക്ക് ജഹോവാസ് വിറ്റ്നസ് ആൾക്കാർ വന്നു. യഹോവ സാക്ഷികൾ എന്ന് പറയും. അങ്ങനെ ക്രിസ്ത്യൻ പ്രീച്ചിങ് ഗ്രൂപ്പാണത്. അപ്പോൾ അവര് വന്നു. ജസ്റ്റ് അവിടെ വന്നപ്പോഴത്തേന് അവർ എല്ലാ വീടുകളിൽ പോകുന്ന പോലെ ഈ ടെമ്പിളിലും വന്നു. അപ്പം ഗോവിന്ദദാസി പ്രഭുപാദിനോട്, പേഴ്സണൽ സെക്രട്ടറിയാണ് പ്രഭുപാദിന്റെ, അപ്പോൾ ഗോവിന്ദദാസി ഒന്ന് ശ്രീല പ്രഭുപാദിനോട് ചോദിച്ചു, ഇങ്ങനെ ഇവര് വന്ന് കാണാനായിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പ്രഭുപാദ് പറഞ്ഞു അകത്ത് കയറ്റി വിടാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവരകത്ത് വന്നു. അകത്ത് വന്നിട്ട് അവര് പ്രീച്ച് ചെയ്തു, പ്രഭുപാദിനെ പ്രീച്ച് ചെയ്തു. അവര് ജീസസിനെ കുറിച്ചും മറ്റും കാര്യങ്ങൾ ഇങ്ങനെ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇങ്ങനെ ജീസസിന്റെ അടുത്ത് സറണ്ടർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. പ്രഭുപാദ് തിരിച്ചൊന്നും പറഞ്ഞില്ല. പ്രഭുപാദ് ശ്രദ്ധാപൂർവം കേട്ടു. അദ്ദേഹം വളരെ തിരിച്ച് പ്രീച്ചൊന്നും ചെയ്തില്ല. പ്രഭുപാദ് ശ്രദ്ധാപൂർവം കേട്ടു. പക്ഷെ ഒരു പോയിന്റിൽ അവർ പറഞ്ഞ കാര്യം പ്രഭുപാദ് അതിശയത്തോടുകൂടി തിരിച്ചു ചോദിച്ചു. അവർ പറഞ്ഞൊരു പോയിന്റ്, നമ്മുടെ ഈ ശരീരം ശാശ്വതമാണ് എന്നുള്ള കാര്യത്തിൽ അവർ പറഞ്ഞു. ഈ ശരീരത്തിന് നാശം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് അവരത് പ്രിസർവ് ചെയ്യുന്നത്. അങ്ങനെ അതെന്നും ഉള്ളതാണ്, ഈ ശരീരം തന്നെയാണ് എന്നും ഉള്ളത് എന്നുള്ള രീതിയിൽ അവരിങ്ങനെ പറഞ്ഞു. അപ്പോൾ പ്രഭുപാദിന് അതൊരു അതിശയമായിരുന്നു. പ്രഭുപാദ് തിരിച്ച് ബോഡി എറ്റേണൽ ആണോ എന്ന് ഇങ്ങനെ പ്രഭുപാദ് അവരോട് തിരിച്ചു ചോദിച്ചു. അപ്പൊ അവർക്കതിൽ കൺഫ്യൂഷൻ ഇല്ല, അവർക്കത് അങ്ങനെയാണ് എന്നുള്ള ഇതിലാണ് അവർ സംസാരിച്ചത്. എന്നിട്ട് പിന്നെ കുറച്ചും കൂടെ കോൺവെർസേഷൻ കഴിഞ്ഞു. അവർ കുറച്ച് ബുക്സുകളൊക്കെ പ്രഭുപാദിന് കൊടുത്തു. ഇത് വായിച്ച് മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. അപ്പൊ പ്രഭുപാദ് അതൊക്കെ സ്വീകരിച്ചു. അപ്പോൾ ഗോവിന്ദദാസി ഈ പ്രഭുപാദിന്റെ ലെക്ചർ നോട്ട്സുകളൊക്കെ എഴുതുന്നതും ഹരേ കൃഷ്ണ മഹാമന്ത്രത്തെക്കുറിച്ച് ഒരുപാട് ഇമ്പോർട്ടൻസ് പറയുന്ന ഒരു ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഹാൻഡ് റൈറ്റിംഗ് ആയിട്ടുള്ള ബുക്കാണ്, ഒരു ബ്രോഷർ പോലെ, ഈ നാമത്തിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറയുന്ന ഒരു ബ്രോഷർ പോലെ. അതിനകത്ത് ഗോവിന്ദദാസി നല്ല പടം വരയ്ക്കുന്ന ആളുമാണ്. അപ്പം ഭഗവാൻ വിഷ്ണുവിന്റെ പടവും ഒരു വിശ്വരൂപത്തിന്റെ പടവും ഒക്കെ അതിന്റെ ഫ്രണ്ട് കവറിൽ വരച്ച് അങ്ങനെ നല്ലൊരു ബുക്കാണ് ഗോവിന്ദദാസി അത് ചെയ്തേക്കുന്നത്. അത് പബ്ലിഷ് ചെയ്തിട്ടില്ല, പക്ഷെ ഹാൻഡ് റൈറ്റിംഗ് ബുക്കാണ്. അപ്പം പ്രഭുപാദ് ഇവര് ഇറങ്ങാറായി പോയപ്പോഴത്തേന് അവർക്ക് കുറച്ച് ഇത് കൊടുത്തിട്ട് പ്രഭുപാദ് പറഞ്ഞു ആ ബുക്ക് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഗോവിന്ദദാസി ആ ബുക്ക് കൊണ്ടുവന്നിട്ട് പ്രഭുപാദ്, നമ്മുടെ ഫിലോസഫി ഇതാണ്, നിങ്ങളിത് വായിച്ച് മനസ്സിലാക്കണം. വളരെ റെസ്പെക്ട്ഫുള്ളി ആയിട്ടാണ് ശ്രീല പ്രഭുപാദ് അവരോട് സംസാരിച്ചത്. പ്രഭുപാദ് അവര് പ്രീച്ച് ചെയ്യാനല്ല ഉദ്ദേശിച്ചത്, അവരെന്താണ് അവരുടെ ഫിലോസഫി എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ശ്രീല പ്രഭുപാദ് അത് കേട്ടോണ്ടിരുന്നത്. എന്നിട്ട് ഈ ബുക്കും കൊടുത്തിട്ട് അവർ പോയി. പിറ്റേ ദിവസം ആയപ്പം പ്രഭുപാദ് മോർണിംഗ് വാക്കിന് പോയി. മോർണിംഗ് വാക്കിന് കൂടെ ഗോവിന്ദദാസി ഉണ്ടായിരുന്നു. അപ്പോൾ കൂടെ നടന്നു വരുന്ന സമയത്ത് ആ റോഡിൽ ആ ബുക്ക് കിടക്കുന്നു. ആ ബുക്ക് വെറുതെ കിടക്കുമല്ല, അത് വണ്ടി ഇങ്ങനെ കയറി അത് ടിയറായി ഇതായിട്ട് കിടക്കുന്നു. അപ്പൊ ആ ഭഗവാന്റെ പിക്ചറൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അതിന്റെ പുറത്തുകൂടാണ് വണ്ടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കണ്ടപ്പോഴത്തേനും പ്രഭുപാദിന് വിഷമമായിട്ട് പ്രഭുപാദ ഇങ്ങനെ ഗോവിന്ദദാസിയോട് പറഞ്ഞു, ഇനി ഇത്തരം കാര്യങ്ങൾ
ബുക്സുകളും അങ്ങനത്തെ കാര്യങ്ങളും ഫ്രീ ആയിട്ട് ഒരിക്കലും കൊടുക്കരുത് എന്നുള്ള രീതിയിൽ ശീല പ്രഭുപാദ് അതിനകത്ത് പറഞ്ഞു. പ്രഭുപാദിന്റെ വിഷമം എന്താണെന്ന് ഗോവിന്ദദാസ് പറയുന്നത്, ഭഗവാന്റെ ഫോം, ഭഗവാന്റെ രൂപം, ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ അതൊക്കെ റെസ്പെക്റ്റ് ഇല്ലാതെ അതിലെങ്ങനെ ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു ഇത് പ്രഭുപാദ് അവിടെ വെച്ച് പറഞ്ഞു.